ഇവിടെ ലെയറിങ് ചെയ്തുണ്ടായ ഒരു മുന്തിരിവള്ളി ഞാൻ എൻ്റെ സുഹൃത്തിന് കൊടുത്തു വിട്ടിരുന്നു. ഇപ്പം നോക്കിയപ്പോൾ അത് വളരെ നന്നായിട്ട് വളരുന്നുണ്ട്. സുഹൃത്ത് അതിന് നല്ല പരിചരണം കൊടുക്കുന്നുണ്ട്. കമ്പ് വെച്ചൊക്കെ കെട്ടിക്കൊടുത്ത് വളമൊക്കെ ചെയ്ത് പറമ്പിലാണ് നട്ടിരിക്കുന്നത്. നല്ലോണം അതങ്ങ് പടർന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനി അതിന് ഒരുപക്ഷെ ഒരു പന്തലും കൂടെ ഇട്ട് കൊടുക്കുമായിരിക്കും. കാരണം അവിടെ സ്ഥലമുണ്ട്, പന്തലിടാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ നന്നായിട്ട് വളർന്നു കഴിഞ്ഞാൽ പന്തലിട്ട് കഴിഞ്ഞാൽ പിന്നെ വളർച്ച വരുന്നതിനനുസരിച്ച് ചിലപ്പോൾ പ്രൂണിങ് ഒക്കെ ചെയ്യേണ്ടി വരും. എന്നാലാണ് മുന്തിരി കായ്ക്കുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു മത്സരം പോലെ ആയി, ഇവിടുത്തെ മുന്തിരിവള്ളിയാണോ അതോ ആ മുന്തിരിവള്ളിയാണോ വേഗം കായ്ക്കുന്നതെന്ന്. ഇവിടെ ഞാൻ ലെയറിങ് ചെയ്തിട്ടിപ്പോൾ 3 ചെടികളുണ്ട് എനിക്ക്. മെയിൻ ആദ്യം ഉണ്ടായിരുന്ന ചെടി കൂടാതെ 2 കൂടെ ലെയറിങ് ചെയ്തിട്ടുണ്ടായിട്ടുണ്ട്. മുന്തിരിവള്ളി ലെയറിങ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. മുന്തിരിവള്ളി ഇങ്ങനെ പടർന്നു പോകുമ്പോൾ അതിൻ്റെ ഏണുകളിലൊക്കെ ചെറിയ വേരിൻ്റെ ഒരു വളർച്ച കാണാം. പക്ഷേ മതിലിൻ്റെ മുകളിൽ നിന്ന് വളരുമ്പോൾ അതിനൊന്നും വേറെ വേര് വളരാനുള്ള ചാൻസ് ഇല്ല. പക്ഷേ ഒരു വള്ളി താഴേക്ക് ഇറക്കി വെച്ചിട്ട് മണ്ണ് കൂടെ വിട്ട് കഴിഞ്ഞാൽ അപ്പോൾ വേര് വരും. വെറുതെ മണ്ണ് തൊട്ടാൽ തന്നെ വേര് വരും, അങ്ങനെയാണ് പതിവ്. ഇനി അതില്ലെങ്കിൽ നമ്മൾ സ്വല്പം മണ്ണ് മാറ്റിയിട്ട് ഈ വള്ളി കുറച്ച് മണ്ണിൻ്റെ അടിയിൽ കൂടെ വിട്ടിട്ട് അവിടെ കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നല്ലോണം വേര് പിടിക്കും. കുറച്ച് കഴിഞ്ഞ് മണ്ണും നീക്കി നോക്കിക്കഴിഞ്ഞാൽ വേര് പിടിച്ചായിട്ട് കാണാൻ പറ്റും. ഇനി അതില്ലെങ്കിലും ഒരു മാസം ഒക്കെ കഴിഞ്ഞിട്ട് നോക്കിയാൽ അറിയാം അത് ശരിക്കും വേര് പിടിച്ചിട്ടുണ്ടെന്ന്. ചിലപ്പോൾ പുറത്തും വേര് കാണാറുണ്ട്. ആ മണ്ണിലേക്ക് കയറുന്ന ആ ഭാഗത്തും ചിലപ്പോൾ വേര് കാണും. അപ്പോൾ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ വളരെ എളുപ്പമായിട്ട് താഴെ വള്ളിയിൽ നിന്നുള്ള കണക്ഷൻ അങ്ങ് മുറിച്ച് കൊടുത്താൽ വേറൊരു ചെടിയായി. അപ്പോൾ ഞാൻ ഇതിങ്ങനെ റാ പോലെ ഇങ്ങനെ ചെടികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 3 ചെടിയായി. ഒരു ചെടി ലെയർ ചെയ്ത് അടുത്ത ചെടി ഉണ്ടാക്കും, അതിൽ നിന്ന് ലെയർ ചെയ്ത് അടുത്ത ചെടി ഉണ്ടാക്കും, അങ്ങനെ പോവുകയാണ്. ഇത് ആദ്യം കിട്ടിയ തൈയാണ്. ഞാനത് സുഹൃത്തിന് കൊടുത്തു വിട്ടു. അവിടെ നന്നായിട്ട് വളരുന്നുണ്ട്.